ഹായ് എവരിവൺ. ക്രിസ്പർ ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 മാത്സ് സെക്ഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കൺസിഡർ ദ ഫോളോയിങ് ലൈൻസ് ഇൻ ദ xy plane. L1 5x minus 2y equal to 1. L2 the line passing through 0, 1 and under 1. L3 the line passing through 1, 11 and parallel to the vector minus I plus 2j. Let A equal to L1 intersection L2, L2 intersection L3 union L3 intersection L1. What is the total number of elements of A? ഇവിടെ നമുക്ക് കാണാം 3 ലൈൻസ് തന്നിട്ടുണ്ട്. 3ഉം ഡിഫറെന്റ് ഫോംസിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഇന്റർസെക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. L1 ഇന്റർസെക്ഷൻ L2 കണ്ടുപിടിക്കണം, L2 ഇന്റർസെക്ഷൻ L3 കണ്ടുപിടിക്കണം, L1 ഇന്റർസെക്ഷൻ L3 കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. L1 നമുക്ക് കാണാം നോർമൽ ഫോമിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. ബട്ട് L2 0, 1 100, 101 പാസ് ചെയ്യുന്നു എന്നുള്ളതില്ല. ആദ്യം നമുക്കത് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യുക? പിന്നെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. സ്ലോപ്പ് എന്തായിരിക്കും? 100 minus 1 by 100 minus 0. സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താ? y2 minus y1 by x2 minus x1. അതുകൊണ്ട് തന്നെ 101 minus 1 100 by 100 equal to 1. സ്ലോപ്പ് നമുക്ക് കിട്ടി. ഇനി സ്ലോപ്പിൽ നിന്ന് ഇക്വേഷൻ ഓഫ് ലൈൻ എങ്ങനെ കണ്ടുപിടിക്കുക? y minus y1 equal to m into x minus x1. ഇത് ഈസി ആയിട്ട് ആവാൻ പറ്റും. y minus y1 എന്ന് പറയുന്നത് 1 ഇട്ട് കൊടുക്കാം. m 1 തന്നെയാണ്. x minus 0. y minus x 1. ഇതാണ് L2 ഇക്വേഷൻ. നമുക്ക് L3 കണ്ടുപിടിക്കാം. L3 ഓൾറെഡി തന്നിട്ടുണ്ട്. പാരലൽ ടു ദ വെക്ടർ മൈനസ് I plus 2j. അപ്പൊ പാരലൽ ടു ദ വെക്ടർ എന്ന് പറഞ്ഞാൽ ആ വെക്ടറിന്റെ സെയിം സ്ലോപ്പ് എന്നായിരിക്കും ആ ലൈനിന്. വെക്ടറിന്റെ സ്ലോപ്പ് എന്താ? y x, അതായത് 2y minus 1. അപ്പൊ സ്ലോപ്പ് m ഈക്വൽ ടു -2 എന്ന് കിട്ടി. നമുക്ക് y minus 1 ലെവലിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ y minus 11 ഈക്വൽ ടു -2 into x minus 1. y minus 11 is equal to -2 plus 2x plus 2. അപ്പോൾ y plus 2x equal to 11 അപ്പുറത്തേക്ക് പോകും. അതുകൊണ്ട് 30. ഓക്കെ, നമുക്ക് ഇവിടെ 3 ഇക്വേഷൻ കിട്ടി. L1ന്റെ ഇക്വേഷൻ കിട്ടി, L2ന്റെ ഇക്വേഷൻ കിട്ടി, L3ന്റെ ഇക്വേഷൻ കിട്ടി. ഈ 3 ഇക്വേഷൻ വെച്ച് ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാം. ഈച്ച് വൺ പെയർ വൈസ് നമുക്ക് ചെയ്ത് നോക്കാം. L1 ആൻഡ് L2 ചെയ്ത് നോക്കാം ആദ്യം. L1 ആൻഡ് L2. L1ന്റെ ഇക്വേഷൻ എന്താ? 5x minus 2y equal to 1. L2ന്റെ ഇക്വേഷൻ എന്താ? y minus x equal to 1. നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2y minus 2x equal to 2. എന്നിട്ട് ഇത് ആഡ് ചെയ്ത് നോക്കാം. 1 2 ആഡ് ചെയ്ത് നോക്കാം. 1 plus 2 ആഡ് ചെയ്താൽ 5x minus 2y plus 2y minus 2x equal to 1 plus 2 equal to 3 കിട്ടും. ഇതിൽ നിന്ന് ഈസി ആയിട്ട് 2yയും 2yയും കട്ടാവും. അപ്പൊ 3x equal to 3 കിട്ടും, x equal to 1 കിട്ടും. x equal to 1 ഇട്ട് അത് സെക്കൻഡ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ y equal to 1 plus 1 കിട്ടും, y equal to 2 കിട്ടും. ഇതാണ് നമുക്ക് ഫസ്റ്റത്തെ വേണ്ട സൊല്യൂഷൻ. L2 L3 ചെയ്ത് നോക്കാം. L3 തമ്മിൽ ഇന്റർസെക്ഷൻ. L2ന്റെ ഇക്വേഷൻ y minus x equal to 1. L3ന്റെ ഇക്വേഷൻ y plus 2x equal to 30. നമുക്ക് ഈസി ആയിട്ട് 1 2 സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. 1 2 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ y 2x minus y plus x equal to 13 minus 1. 13 minus 1 equal to 12. ഈ y കണ്ടാവും. 3x equal to 12 കിട്ടും. ഇംപ്ലൈസ് equal to 4. x equal to 4 ആദ്യത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ y equal to 4 plus 1 equal to 5 കിട്ടും. അപ്പോൾ x equal to 4 y equal to 5 കിട്ടി. നമുക്ക് L1 ആൻഡ് L3 ചെയ്ത് നോക്കാം. L1ന്റെ ഇക്വേഷൻ എന്താ? 5x minus 2y equal to 1. 5x minus 2y equal to 1. L3ന്റെ ഇക്വേഷൻ എന്താ? y plus 2x equal to 30. നമുക്ക് സെക്കൻഡ് വൺ 2 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2y plus 4x equal to 26. എന്നിട്ട് ആഡ് ചെയ്ത് നോക്കാം. 1 plus 2 ചെയ്ത് നോക്കാം. 1 plus 2 ചെയ്യുമ്പോൾ 5x minus 2y plus 2y plus 4x equal to 27 കിട്ടും. 2yയും 2yയും കട്ടാവും. 9x equal to 27 കിട്ടും. അപ്പോൾ x equal to 3 കിട്ടും. x equal to 3 കിട്ടിയാൽ അത് നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. y plus 6 equal to 13 കിട്ടും. അപ്പോൾ y equal to 7 കിട്ടും. ഇവിടെ നമുക്ക് കാണാം 3 എണ്ണത്തിന് നമ്മൾ പെയർ വൈസ് ഇൻഡിപെൻഡന്റ് ആയി ചെയ്ത് നോക്കി.
ആദ്യം L1 L2 ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് x = 1 y = 2 ഉം. L2 L3 ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് x = 4 ഉം y = 5 ഉം കിട്ടി. L1 L3 ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് x = 1 ഉം y = 7 ഉം കിട്ടി. ഇത് 3 ഡിഫറെന്റ് പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് വരുന്നത് ബിയിൽ കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Let A be the set of points in the xy plane which are equidistant from P - 1, 0 and Q 1, 0. Let B be the set of points in the xy plane which are equidistant from A and Q. If 5y is a point in B, then what is the value of y square? ഇവിടെ നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ പിയും ക്യൂയും തന്നിട്ടുണ്ട്. പി ഏതാ? പി എന്ന് പറയുന്നത് -1, 0 ആണ്. ക്യൂ എന്ന് പറയുന്നത് 1, 0 ആണ്. പിയും ക്യൂവും തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഇക്വിഡിസ്റ്റന്റ് ഫ്രം പി ക്യൂ ആണ്. ഇവിടുന്ന് ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എ എന്ന് പറയുന്നത് ഒരു ലൈനാണ്. ഈ ഒരു ലൈനായിരിക്കും എ. എന്തുകൊണ്ട്? ഈ ഒരു ലൈൻ ഈ എക്സ് ആക്സിൽ എടുത്ത് നോക്കിയാൽ ഇക്വിഡിസ്റ്റന്റ് ആണ് പിയിൽ നിന്നും ക്യൂവിൽ നിന്നും. ഈ ഒരു ലൈനിലെ എല്ലാ പോയിന്റ്സും ഇക്വിഡിസ്റ്റന്റ് ആണ്. ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? x = 0. ഇതാണ് എ. ശരി, നമുക്ക് കണ്ടുപിടിക്കാം. അല്ല ബി ആണ്. ഈ ബി എന്ന് പറയുന്നത് എയിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും, ക്യൂവിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും. ഈ വി എന്തായിരിക്കും? ഒരു ലൈനിൽ നിന്ന് ഒരു ക്യൂവിൽ നിന്ന് ഇക്വിഡിസ്റ്റന്റിലെ പോയിന്റ്സ് ഏതായിരിക്കും? പാരബോള ആയിരിക്കും. ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പാരബോള ആയിരിക്കും. മാത്രമല്ല ഈ പാരബോള ഹാഫ് സീറോയിലായിരിക്കും ഇന്റർസെക്ട് ചെയ്യുക. എന്തുകൊണ്ട്? ഈ ഒരു ഡിസ്റ്റൻസ് സെയിം ആവണം. അപ്പോൾ അത് ഹാഫ് ആയിരിക്കും. ഹാഫ് സീറോയിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പാരബോള വിത്ത് ആക്സിസ് ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഹാഫ് ആയിരിക്കും. എന്തുകൊണ്ട്? ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ഫോക്കസിലേക്കുള്ള ലെങ്ത് ആണ് എ. എന്ന് പറയുന്നത് ഇവിടെ ഹാഫ് ആയിരിക്കും. പാരബോളിന്റെ ഇക്വേഷൻ എന്താ? y² = 4a ഇവിടെ ഹാഫ് ആണ് ഇട്ട് കൊടുക്കുക. എന്തുകൊണ്ട്? y = 0 ന്റെ വാല്യൂ ഹാഫ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി കാണാം -½ എന്നുള്ളൊരു പോയിന്റ് ആയിരിക്കും പാരബോളിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് a = ഹാഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാരബോളിന്റെ ഇക്വേഷൻ എന്താ? y² = 4 × ½ × x - ½ = 2 × x - ½ = 2x - 1. y² = 2x - 1. ഇതാണ് പാരബോളിന്റെ ഇക്വേഷൻ. നമുക്ക് ചോദ്യത്തിൽ എന്താ ചോദിച്ചല്ലേ? ഈ 5y is a point in B, then what is the value of y²? അപ്പോൾ നമുക്ക് 5y എന്നുള്ള പോയിന്റ് ഇതിലേക്ക് കൊടുക്കാം. y² = 2 × 5 - 1. 2 × 5 എന്ന് പറഞ്ഞാൽ 10 - 1 = 9. ഇത് ഈസി ആയിട്ട് നമുക്ക് y² വാല്യൂ 9 ആയിട്ട് കിട്ടും. അതേത് ഓപ്ഷൻ? ഓപ്ഷൻ എ. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കൺസിഡർ ദ ലൈൻസ് L1 and L2 given below. L1 x = 2 + λ, y = 3 + 2 λ, z = 4 + 3 λ. L2 x = 4 + λ, y = 4, z = 4 + λ. ഈ 2, 3, 4 is the point of L1 that is closest to L2. Then which point of L2 is closest to L1? നമുക്ക് കാണാൻ പറ്റും. ഇതൊരു 3D ലൈനാണ്. 3D ലൈൻ ഇങ്ങനെ വരച്ചിട്ട് കാര്യമില്ല. 3D ലൈൻ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് L1. ഇത് L1 ഉം ഇത് L2 ആയിട്ടും എടുക്കാം. ഇത് L1 ഉം ഇത് L2 ആയിട്ടും എടുക്കാം. L1ന്റെ ഇക്വേഷൻ എന്താ? 2 + λ, 3 + 2 λ, 4 + 3 λ. ഇത് 2, 3, 4 ആയിട്ട് എടുക്കാം. ഇത് പെർപെൻഡിക്കുലർ ആണ്. ഇത് നമുക്ക് 3D വരയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ശരിക്കും പറഞ്ഞത് പെർപെൻഡിക്കുലർ ആണ്. 2 + 3 + λ. ഈ ഒരു പോയിന്റിൽ λയും 4ഉം + λ ആയിട്ട് എടുക്കാം. അതല്ലേ? ഇനി നമുക്ക് L2 സ്ലോപ്പ് എന്താ? L2ന്റെ സ്ലോപ്പ് 1, 0, 1. എന്തുകൊണ്ട്? L2 നമുക്ക് 4, 4, 4 + λ 1, 0, 1 ഉം എഴുതാം. അപ്പോൾ സ്ലോപ്പ് വരുന്നത് 1, 0, 1 ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് ഇല്ലേ? ഈ ഒരു പോയിന്റിനെ നമുക്ക് L2 ഡാഷ് മാറ്റി വിളിക്കാം. L2 ഡാഷ് മൈനസ് 2 എന്ന് പറയില്ലേ? ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? 4 + λ - x എന്താ? 2, 4 - 3
4 പ്ലസ് ലാംഡ മൈനസ് 4 എന്തായിരിക്കും? 4 പ്ലസ് ലാംഡ മൈനസ് 2 എന്ന് പറയുന്നത് 2 പ്ലസ് ലാംഡ 4 മൈനസ് 3 1 4 പ്ലസ് ലാംഡ മൈനസ് 4 എന്ന് പറയുന്നത് ലാംഡ. ഇതായിരിക്കും ഈ ഒരു ലൈൻ്റെ സ്ലോപ്പ്. ഇത് L3 ആയിട്ട് എടുക്കാം. L3ന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതായിരിക്കും. L2ന്റെ സ്ലോപ്പ് നമുക്ക് ഓൾറെഡി അറിയാം 101 ആയിരിക്കും. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്? അതിന് ഡോട്ട് പ്രൊഡക്റ്റ് എപ്പോഴും 0 ആയിരിക്കും. രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു L2 സ്ലോപ്പ് ഡോട്ട് L3 സ്ലോപ്പ് 0. L2 സ്ലോപ്പ് എന്താ? 101. L3 സ്ലോപ്പ് എന്താ? 2 പ്ലസ് ലാംഡ 1 ലാംഡ ഈക്വൽ ടു 0. ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ എടുക്കുക? ഓരോ കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 2 plus lambda plus 0 plus 1 into lambda equal to 0. 1 into 2 plus lambda ആണ് 2 plus lambda plus lambda equal to 0. 2 plus 2 lambda equal to 0 raise lambda equal to minus. Lambda equal to minus 2 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ പോയിന്റിന്റെ ലാംഡ. ഈ പോയിന്റിൽ ലാംഡ ഈക്വൽ ടു മൈനസ് 2 ഇട്ട് കൊടുത്ത് ഈ പോയിന്റ് എന്തായിരിക്കും? 4 പ്ലസ് ലാംഡ എന്നത് 4 മൈനസ് 2 4 സെയിം ആയിരിക്കും. 4 പ്ലസ് ലാംഡ എന്നത് 4 മൈനസ് 2 ഈക്വൽ ടു 2 അഗെയിൻ 2. സോറി, ലാംഡ ഈക്വൽ ടു മൈനസ് 1. ഇവിടെ 2 പ്ലസ് 2 ലാംഡ ഈക്വൽ ടു 0 കിട്ടി. അപ്പൊ ലാംഡ ഈക്വൽ ടു മൈനസ് 1 കിട്ടി. അപ്പൊ ലാംഡ ഈക്വൽ ടു മൈനസ് 1 കിട്ടി. അപ്പോൾ ഇവിടെ ഇത് വരുന്നത് 4 പ്ലസ് ലാംഡ 4 മൈനസ് 1 3 4 3 3 4 3 ആയിരിക്കും ആൻസർ. എ ആയിരിക്കും ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Let A1, A2, A3 be a sequence of real numbers. Sn equal to A1 plus A2 plus up to An. If 2Sn equal to n into C plus An for some real number C and for all n equal to 1, 2, 3 up to n, then which of the following statement is correct? നമുക്ക് നോക്കാം. എ പിയിലാണെന്നുണ്ടെങ്കിൽ പിയിൽ A1 2A2 3 2A പിയിലാണ്. സിയിൽ A1 2 A3 ജി പിയിലാണ്. ഡിയിൽ A1 2A2 3A3 ഒരു ജിപ്പിലാണ്. നമുക്ക് ഈ ഒരു Sn ഇക്വേഷൻ എടുത്ത് നോക്കാം. 2Sn is equal to n into C plus A. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നോക്കാം. ലൈക്ക് Sn is equal to 2 ഇട്ട് നോക്കാം. n equal to 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 into Sn എന്തായിരിക്കും? A1 plus A2 is equal to n എന്താ? 2 into C plus An എന്താ? A2. 2A1 plus 2A2 is equal to 2C plus 2A2. 2A2 കട്ടാവും. അപ്പോൾ A1 is equal to C2. സിന്റെ വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. C is equal to A1 എന്ന് കിട്ടും. അപ്പോൾ Sn എന്താ? Sn is equal to n/2 into A1 plus A. ഈ ഒരു ഫോർമുല നമുക്ക് ഓൾ കണ്ടിട്ടില്ലാന്ന്. Sn is equal to n2 into A1 plus A. ഈ ഒരു ഫോർമുല എന്തിന്റെ ഫോർമുല? APന്റെ ഫോർമുല. നോർമലി A1, A2 up to AN is in arithmetic progression. അപ്പോൾ ഒരു S10 അല്ലെങ്കിൽ n വെച്ചിട്ടുള്ള എന്തെങ്കിലും കണ്ടാൽ തന്നെ നമുക്ക് ആദ്യം വരുന്ന ഇൻഡ്യൂഷൻ എന്താ? n equal to 1 ഇട്ട് കൊടുക്കുക, n equal to 2 ഇട്ടോ അല്ലെങ്കിൽ എന്തോ സം k ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഓപ്ഷൻസ് വെച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Let f from R to R be a strictly decreasing function with modulus f of t less than pi/2 for all t belongs to R. Let g goes from 0 pi to R be a function defined by g of t equal to sin of f of t. Which of the following statement is correct? G is decreasing on 0 pi, g is increasing, g is increasing 0 increasing g. 4 ഓപ്ഷനല്ലേ? നമുക്ക് ചെയ്യേണ്ടത് 0 to പൈയില് ജിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ജിന്റെ ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ജി ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എഫ് ടി. ഡിക്രീസിംഗ് ആണോ ഇൻക്രീസിംഗ് ആണോ കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ജി ഓഫ് ടി ഈക്വൽ ടു സൈൻ ഓഫ് എഫ് ഓഫ് ടി കിട്ടി. നമുക്ക് ജി ഡാഷ് ഓഫ് ടി എന്തായിരിക്കും? പി ബൈ എഫ് ഓഫ് ടി ഓഫ് സൈൻ ഓഫ് എഫ് ഓഫ് ടി ചെയിൻ റൂൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് ടി. സൈനിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് ഓഫ് എഫ് ഓഫ് ടി. കോസ് ഓഫ് എഫ് ടി ഇൻറ്റു എഫ് ഡാഷ് ഓഫ്. ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എഫ് വി എസ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഫംഗ്ഷൻ. സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഫംഗ്ഷനിൽ എഫ് ഡാഷ് ഓഫ് ടി ലെസ് ദാൻ 0 വിത്ത് എഫ് ഓഫ് ടി ലെസ് ദാൻ pi/2. ഈ
മോഡുലസ് എഫ് ഓഫ് ബി ലെസ് ദാൻ 5/2. കോസിന്റെ ഫംഗ്ഷൻ എടുത്ത് നോക്കാം. കോസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫംഗ്ഷനാണ്. ഇത് വരുന്നത് 5/2 ആണ്, ഇത് വരുന്നത് -5/2 ആണ്. നമുക്കറിയാം ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഈ -5/2 5/2 ഇടയിലാണ്. അതുകൊണ്ട് തന്നെ കോസ് ഓഫ് എഫ് ഓഫ് ടി എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. കോസ് ഓഫ് എഫ് ഓഫ് ടി എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇംപ്ലൈസ് ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും G dash of P always less than 0. G dash of P always less than 0. Actually in this area ഏത് ഏരിയയിൽ എടുത്താലും G dash of P less than 0 ആണ്. അപ്പോൾ G is decreasing or 0. Next question നോക്കാം. Let R G from R to R be functions. If G is continuous, then which one of the following cases implies that F is continuous? G നമുക്ക് കണ്ടിന്യൂസ് ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എഫ് കണ്ടിന്യൂസ് ആണോ അല്ലോ എന്ന് കണ്ടുപിടിക്കാം. ഇവിടെ കുറേ ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. എല്ലാം സൈനിൻ്റെ പിന്നെ മോഡുലസിൻ്റെ ഒക്കെ ഫങ്ഷൻ ആണ്. ഇവിടെ നമുക്കൊരു ഈസി ആയിട്ടൊരു ഫങ്ഷൻ എടുത്ത് നോക്കാം. ലൈക്ക് എഫ് എന്ന് പറയുന്നത് -πm πm ഇങ്ങനെ ഒരു ഫങ്ഷൻ എടുത്ത് നോക്കാം. ഇങ്ങനെ ഒരു ഫങ്ഷൻ എടുത്താൽ നമുക്കറിയാം sin π/x, sin f of x, sin π എന്താ? sin π എന്ന് പറയുന്നത് 0, sin π എന്ന് പറയുന്നത് 0 ആണ്. sin π എന്ന് പറയുന്നത് 0, sin -π എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്, ഇത് കണ്ടിന്യൂസ് ആണ്. sin of f of x കണ്ടിന്യൂസ് ആണ്, ഈസ് കണ്ടിന്യൂസ്. ബട്ട് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണോ? എന്തുകൊണ്ട്? ഈ 0-ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ്, ബട്ട് സൈൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ ഈ ഡി അല്ല ആൻസർ. അതേപോലെ തന്നെ ഈ എഫിന്റെ സ്ക്വയർ എടുത്ത് നോക്കാം. സ്ക്വയർ എടുത്ത് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? എഫ് സ്ക്വയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? ഈ ഒരു സ്ട്രേറ്റ് ലൈനാണ് ഇത് ഈ സ്ക്വയർ ആയിരിക്കും. കാരണം ഈ പൈൻ്റെ സ്ക്വയർ പൈ സ്ക്വയർ ആണ്, -π സ്ക്വയർ പൈ സ്ക്വയർ ആണ്. അതുകൊണ്ട് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് എഫ് സ്ക്വയറിന്റെ കിട്ടുക. അതുകൊണ്ട് തന്നെ ഇതും കണ്ടിന്യൂസ് അല്ല. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ തന്നെ എഫ് ഓഫ് എക്സ് സ്ക്വയർ കണ്ടിന്യൂസ് ആണെന്ന് യാതൊരു നിർബന്ധമില്ല. സ്ക്വയർ കണ്ടിന്യൂസ് ആണെങ്കിൽ തന്നെ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് യാതൊരു നിർത്തില്ല. അതേപോലെ തന്നെ സെയിം അപ്ലൈസ് ഫോർ ദിസ്. ഈ ഒരു സെയിം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പം -π π ആയി മാറും. അപ്പോൾ ഈ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, ബട്ട് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതും തെറ്റായിട്ട് ഈ 3 എലിമിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ എ ആയിട്ട് കിട്ടും. എ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂബ് ഇല്ലോണ്ട് നെഗറ്റീവ് ആയിട്ട് കാര്യമില്ല. നെഗറ്റീവ് സ്റ്റേസ് നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ ഈ 0-ലെ ഡിസ്കണ്ടിന്യൂറ്റി അതേപോലെ ഉണ്ടാവും. അതുകൊണ്ട് എ ആണ് ആൻസർ. ബാക്കി 3 നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്, വേറെ കുറേ എക്സാമ്പിൾ എടുക്കാൻ പറ്റും. 7th question. What is the largest area of a rectangle whose sides are parallel to the coordinate axis that can be inscribed under the graph of the curve y equal to 1 - x square and above the x-axis? ഇവിടെ നമുക്ക് y equal to 1 - x square എന്നുള്ള ഗ്രാഫ് അതിൽ പാരബോളയാണ്. മാത്രമല്ല ഇൻവേർട്ടർ പാരബോള ആയിരിക്കും. 1-ലൂടെയും കാണുന്നത് ഇങ്ങനെ ആയിരിക്കും ഈ പാരബോള. ഒത്തൊന്നും എന്താക്കി എടുക്കാം, ഇങ്ങനെ ആയിരിക്കും ഈ പാരബോള. y equal to 1 - x square. ഈ പാരബോളിന്റെ ഇൻസൈഡിൽ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഏരിയയിലെ റെക്ടാങ്കിൾ ആണ് നമുക്ക് ആവശ്യം. ബൈ സിമെട്രി നമുക്ക് കാണാൻ പറ്റും ഇതൊരു എക്സ് ആണെങ്കിൽ ഇതൊരു എക്സ് ആണെങ്കിൽ ഇതും എക്സ് എന്ന് തന്നെ ആയിരിക്കും. ഇത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിന്റെ ലെങ്ത് എന്തായിരിക്കും? 1 - x. അപ്പോൾ അപ്പൊക്ക് ഏരിയ ഈസ് ഈക്വൽ ടു 2x × 1 - x square എന്ന് കിട്ടും. ഇതാണ് അതിന്റെ ഏരിയ. നമുക്ക് ഏരിയ മാക്സിമം ഏരിയ എന്ന് വേണ്ടത്. അപ്പോൾ എന്താ, നോർമലി ഡെറിവേറ്റീവ് എടുത്ത് 0 കൊടുക്കും. അപ്പോൾ dA/dx എടുത്ത് നോക്കാം. dA/dx ആണ് ഇത് ഈക്വൽ ടു 2x - 2x³ ആണ്. dA/dx പറയുന്നത് 2 - x³ ഡെറിവേറ്റീവ് എന്താ? 3x², 6x². അപ്പോൾ 6x² ഈസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക. 6x² ഈക്വൽ ടു 2 കിട്ടും. x² ഈസ് ഈക്വൽ ടു 1/3, x ഈക്വൽ ടു
1/√3. എക്സ് ഈക്വൽ ടു 1/√3 കിട്ടും. അത് ഏരിയയിൽ ഇട്ട് കൊടുക്കാം. ഏരിയ എന്താ 2x ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. 2/√3 ഇൻറ്റു 1 മൈനസ് 1/3 ഇസ് ഈക്വൽ ടു 2/√3 ഇൻറ്റു 2/3 ഇൻറ്റു 4/3. 4/3 നമുക്ക് വേണ്ട ആൻസർ. 8th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Let M be the set of all 3 into 3 matrices with real entries. Consider the relation R on M given by R equal to AB belongs to M into M. Determinant of AB, A minus B is an integer. Which one of the following statements is correct? R is reflexive and symmetric but not transitive. അപ്പോൾ നമുക്ക് ഇവിടെ R തന്നിട്ടുണ്ട്. R ഒരു റിലേഷൻ ആയിട്ടുണ്ട്. ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? ഇത് മൂന്നെണ്ണാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? റിഫ്ലെക്സീവ് ഫോർമുല നമുക്കറിയാം. A belongs to R for all A. ഈ A belongs to R എന്തുകൊണ്ട്? അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് A മൈനസ് A ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് 0 ഈക്വൽ ടു 0 belongs to R. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഏതൊരു മെട്രിക്സ് എടുത്താലും അത് തന്നെ അതൊരു റിലേഷൻ ഉണ്ടാവും. കാരണം ഡിറ്റർമിനന്റ് ഓഫ് A മൈനസ് A 0 ആണ്. ഇതാണ് ഇൻറ്റീജർ. 0 ഈസ് ഇൻറ്റീജർ. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്. നമുക്ക് സിമെട്രിക് നോക്കാം. സിമെട്രിക്കിന്റെ ഫോർമുല എന്താ? B belongs to R implies DA belongs to R. AB belongs to R എന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് ഓഫ് A മൈനസ് B is an integer implies ഡിറ്റർമിനന്റ് ഓഫ് B മൈനസ് A is equal to ഇതിന്റെ ഇക്വേഷൻ വെച്ചാൽ -1/n ഡിറ്റർമിനന്റ് ഓഫ് A മൈനസ് B. ഇതും ഒരു ഇൻറ്റീജർ ആണ്. പോസിറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. ബട്ട് സി അൻ ഇൻറ്റീജർ. അതുകൊണ്ട് തന്നെ ഇത് സിമെട്രിക് ആണ്. പിന്നെ ട്രാൻസിറ്റീവ് ആണോ? നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ട്രാൻസിറ്റീവിന്റെ ഇക്വേഷൻ എന്താ? AB and BC belongs to R implies AC belongs to. ഓക്കെ, നമുക്കിത് ട്രാൻസിറ്റീവ് ആണോ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. എക്സാമ്പിളിൽ A ഈക്വൽ ടു 0.0.0 ഇട്ട് കൊടുക്കാം. B is equal to 0.5, 0.5, 2 ഇട്ട് കൊടുക്കാം. C is equal to 1.5, 1.5, 3 ഇട്ട് കൊടുക്കാം. ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് B മൈനസ് A എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് B തന്നെയാണ്. കാരണം A ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് B എന്ന് പറയുന്നത് 2 ഇൻറ്റു 0.5 മൈനസ് 2 ഇൻറ്റു 0.5 ഈക്വൽ ടു 0. അപ്പോൾ BA ബിലോങ്സ് ടു R എന്നാണ്. കാരണം അതൊരു ഇൻറ്റീജർ ആണ് ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് ഓഫ് C മൈനസ് P ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് C മൈനസ് P എന്താ? 1.5 മൈനസ് 0.5 1, 1.5 മൈനസ് 0.5 1, 3 മൈനസ് 2 എന്ന് പറയുന്നത് 1 ആണ്. 2 മൈനസ് 2 എന്ന് പറയുന്നത് 0 ആണ്. ഈക്വൽ ടു 1 ഇൻറ്റു 0 മൈനസ് 1 ഇൻറ്റു 1, അതായത് -1. അവിടെ ഒരു ഇൻറ്റീജർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും CB ബിലോങ്സ് ടു R ആണ്. AB ബിലോങ്സ് ടു R, BC ബിലോങ്സ് ടു R. അപ്പോൾ നമുക്ക് ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്താ വേണ്ടേ? AC ബിലോങ്സ് ടു R. ബട്ട് ഹിയർ നമുക്ക് കാണാൻ പറ്റും C മൈനസ് A എന്ന് പറയുന്നത് C തന്നെയാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് C ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 2 മൈനസ് 1.5 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 3 മൈനസ് 4.5 ഈസ് ഈക്വൽ ടു -1. ഇതൊരു ഇൻറ്റീജർ അല്ല. ഡസ് നോട്ട് ബിലോങ്സ് ടു സെറ്റ്. അതുകൊണ്ട് തന്നെ AC ഡസ് നോട്ട് ബിലോങ്സ് ടു R. അപ്പോൾ അതൊരു ട്രാൻസിറ്റീവ് റിലേഷൻ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ R ഈസ് റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. A is the correct answer. 9th ക്വസ്റ്റ്യൻ നോക്കാം. What is the value of 23C0 plus 23C2 plus 23C4 until 23C22? ഇത് നമുക്ക് ഓൺലി ദ ഈവൻ ടേംസ് മാത്രമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഓൾറെഡി അറിയാം 23, അതായത് 1 പ്ലസ് എക്സ് റേസ് ടു 23 എന്ന് പറയുന്നത് 23C0 പ്ലസ് 23C1x പ്ലസ് 23C2x സ്ക്വയർ until 23C23x raised to 23 ആണ്. ഇതാണ് ബൈനോമിയൽ ഈക്വൽ. അപ്പോൾ 1 പ്ലസ് എക്സ് റേസ് ടു 23 ഉള്ളത് x ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കാം. x ഈക്വൽ ടു 1 ഇട്ട് കൊടുത്താൽ 1 പ്ലസ് 1 ഈക്വൽ ടു 2 റേസ് ടു 23 ഈക്വൽ ടു 23C0 പ്ലസ് 23C1 പ്ലസ് 23C2. ഐ മീൻ എല്ലാ ടേംസും അതിൽ 23C23.
ഇനി എക്സ് ഈക്വൽ ടു -1 ഇട്ട് കൊടുത്താലോ 1 - 1 എന്നത് 0 ഈസ് ഈക്വൽ ടു 23C0. എക്സ് ഓഡ് ടേംസിൽ മാത്രമാണ് -1 വരിക. -23C1 പ്ലസ് 23C2 -23C3 പ്ലസ് അണ്ടിൽ -23C23. അപ്പോൾ നമുക്ക് 2 ഇട്ടു, എക്സ് ഈക്വൽ ടു 1 ഇട്ട് കൊടുത്തു, എക്സ് ഈക്വൽ ടു -1 ഇട്ടു. ഇനി ഇത് നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കിയല്ലോ. 2⁻23 ഈക്വൽ ടു ഈവൻ ടേംസ് ഡബിൾ ആവും, ഓഡ് ടേംസ് ക്യാൻസൽ ആവും. 2 × 23C0 പ്ലസ് 23C2 അണ്ടിൽ 23C22. ഈ ഒരു സാധനമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ 2 ഇപ്പുറത്തേക്ക് എടുക്കാം. ഈ ഒരു സാധനം ഇസ് ഈക്വൽ ടു 2⁻23/2 ഈക്വൽ ടു 2⁻20. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഫോർമുലയാണ്. ഈസി ആയിട്ട് നമുക്ക് ഈവൻ ടേംസ് കണ്ടുപിടിക്കാൻ പറ്റും, ഓഡ് ടേംസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈവൻ ടേംസിന്റെ സംഭവം 2⁻22 ആണെങ്കിൽ ഓഡ് ടേംസിന് നമുക്ക് കിട്ടും 2⁻22 എന്തായിരിക്കും? എന്താ 2⁻23 - 2⁻22. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് f from Q to Q be a function such that f of x plus y equal to f of x plus f of y for all x y belongs to Q and f of 1 equal to 10. Which one of the following statement is correct? ഇവിടെ നമുക്ക് കാണാൻ പറ്റും f of 1 equal to 10 ഉണ്ട്, f of x plus y equal to f of x plus f of y കാണാൻ പറ്റും. ഇങ്ങനെ ഒരു സ്ഥാനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും f of x equal to kx എന്ന് കിട്ടുള്ളൂ. പ്ലസ് y equal f of y ആണെങ്കിൽ f of x equal to kx എന്ന് കിട്ടും. അതുപോലെ f of x plus y equal to f of x into f of y ആണെങ്കിലോ ഇവിടെ f of x equal to e raised to kx എന്ന് കിട്ടുക. ഈ ഒരു ഓപ്ഷനാണ് f of x equal to kx ഇട്ട് കൊടുക്കുക. ഇവിടെ f of 1 equal to 10 ഉണ്ട്. f of 1 equal to k into 1 equal to k equal to 10 implies k equal to 10. അപ്പോൾ kന്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ f of x എന്താ? f of x equal to 10. നമുക്ക് ഇവിടെ ബൈജക്റ്റീവ് ആണ്, ഇൻജക്റ്റീവ് ആണ്, സബ്ജക്റ്റീവ് ആണ് ഒക്കെയാണ് നോക്കേണ്ടത്. ഇൻജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? 1 ഫംഗ്ഷൻ, അതായത് f of x equal to f of y implies x equal to y. ഇവിടെ f of x equal to f of y എന്ന് വെച്ചാൽ എന്താ? 10x equal to 10y implies x equal to y അല്ലേ? അപ്പോൾ അത് ഇൻജക്റ്റീവ് ആണ്. ഇനി സബ്ജക്റ്റീവ് ആണ് നോക്കാം. സബ്ജക്റ്റീവ് ആവാൻ എന്താ വേണ്ടത്? ഓൺ2 ആയിരിക്കണം. അതായത് എല്ലാ ഇതിനും ഇൻവേഴ്സ് ഉണ്ടാവും. അതായത് y equal to 10x ആണെങ്കിൽ x എന്തായിരിക്കും? y/10 ആയിരിക്കും. അപ്പോൾ എല്ലാ വൈക്കും നമുക്ക് ഇൻവേഴ്സ് ഉണ്ട്, ഇൻവേഴ്സ് ഓഫ് എക്സ് ഉണ്ട്. അപ്പോൾ അത് ഓൺ2 ആയിരിക്കും. അപ്പോൾ ഓൺ2 സബ്ജക്റ്റീവ് ആണെങ്കിൽ എന്താ? അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുക? അത് നമ്മൾ ഇൻ2 ആണെന്ന് പ്രൂവ് ചെയ്യും, പിന്നെ ഓൺ2 ആണെന്ന് പ്രൂവ് ചെയ്യുക, അതായത് 1 ആണെന്ന് പ്രൂവ് ചെയ്യുക, ഓൺ2 ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി അത് എപ്പം ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ആയിട്ടുണ്ടാവും. ലെറ്റ് i equal to integral e raised to -π/2 to e π/2 sin square log x plus sin of log x square dx. What is the value of i? ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും sin square log x ആണ്. ഞാൻ ഒരു log x സൈനിൻ്റെ ഉള്ളിൽ തന്നെ വന്നാൽ തന്നെ നമുക്ക് അറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. t equal to log x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പം dt/log x dt/dx എന്താ? 1/x 1/x വെച്ചാൽ 1/e raised to t. അപ്പോൾ e raised to t dt equal to dx എന്ന് കിട്ടും. ഇനി x goes from e raised to -π/2 to e raised to π/2. അപ്പോൾ t എന്ന് പറയുന്നത് log x goes from -π/2 to π/2 നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല സൈൻ ഓഫ് log x സ്ക്വയർ എന്താ? ലോഗിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ വന്നാൽ അത് പുറത്തേക്ക് വരും. അപ്പോൾ സൈൻ ഓഫ് 2 log x, 2 log x പറഞ്ഞാൽ സൈൻ ഓഫ് 2t. നമുക്ക് i എന്തായിട്ട് കിട്ടും? i ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ -π/2 to π/2 സൈൻ സ്ക്വയർ log x എന്നത് സൈൻ സ്ക്വയർ t പ്ലസ് സൈൻ ഓഫ് log x സ്ക്വയർ സൈൻ ഓഫ് 2t dx എന്താ? dx എന്ന് വെച്ചാൽ e raised to ഇതായിരിക്കും നമുക്ക് വേണ്ട ഇക്വേഷൻ. അത് നമുക്ക് ഈ ഒരു ടേം എടുത്ത് എഴുതാം. അതായത് i1 ഈസ് ഈക്വൽ ടു -π/2 to π/2 സൈൻ സ്ക്വയർ t e raised to t dt. നമുക്ക് ഓൾറെഡി അറിയാം cos 2t ഫോർമുല എന്താ? cos 2t ഫോർമുല 1 - sin square t. ഇതിൽ നിന്ന് sin square t ഈക്വൽ ടു 1 - cos 2t/2 നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ 1 - cos 2t
by 2 e raised to p dt is equal to e raised to p by 2 minus integral cos 2p by 2 e raised to p dt. ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഇന്റഗ്രൽ cos 2t by 2 e raised to p dt ഒന്ന് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ചെയ്യുക? ഒരു ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് വെച്ച് ഹൈലൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എക്സ്പോണൻഷ്യൽ അവസാനമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ cos 2t ഹാഫ് പുറത്തേക്ക് എടുക്കാം. cos 2t ഇൻറ്റു ഇന്റഗ്രൽ ലിമിറ്റ് എന്താ e raised to t തന്നെ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് cos 2t എന്താ മൈനസ് sin 2t മൈനസ് rho ഇൻറ്റു rho t ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് e raised to t എന്ന് പറയുന്നത് e raised to t തന്നെയാണ്. ഇതിങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഹാഫ് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു cos 2t e raised to t മൈനസും മൈനസും പ്ലസ് ആവും, പ്ലസ് ഹാഫും ഹാഫും ആയിട്ടാവും ഇന്റഗ്രൽ sin 2t e raised to t. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇസ് ഈക്വൽ ടു i ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ e raised to t by 2t മൈനസ് cos 2tന്റെ ഇക്വേഷൻ എന്താ ഹാഫ് ഇൻറ്റു cos 2t e raised to t പ്ലസ് നമുക്ക് മൈനസ് ആവും, മൈനസ് sin 2t e raised to t. ഇവിടെ ഓൾറെഡി ഒരു sin 2t e raised to t ഉണ്ട്, അതുകൊണ്ട് തന്നെ പ്ലസ് sin 2t e raised to t. ഇത് രണ്ടും കട്ടായി പോകും. അപ്പോൾ നമുക്ക് e raised to tന്റെ ഇക്വേഷൻ എന്താ ഹാഫ് ഇൻറ്റു e raised to t മൈനസ് ഹാഫ് ഇൻറ്റു cos 2t e raised to t. ഇത് മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 ആണുള്ളത്. ഹാഫ് ഇൻറ്റു e raised to pi by 2 മൈനസ് e raised to മൈനസ് പൈ ബൈ 2 മൈനസ് ഹാഫ് ഇൻറ്റു cos പൈ ബൈ 2 ഇൻറ്റു പൈ എന്ന് പറയുന്നത് cos പൈ ആവും. cos പൈൻ്റെ വാല്യൂ നമുക്കറിയാം മൈനസ് 1 ആണ്. മൈനസ് 1 ഓഫ് e raised to pi by 2 മൈനസ് cos മൈനസ് പൈ എങ്ങനെ ആവും. മൈനസ് പൈ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ മൈനസ് 1 ഇൻറ്റു e raised to മൈനസ് പൈ ബൈ 2 is equal to ഹാഫ് ഇൻറ്റു e raised to pi by 2 മൈനസ് e raised to മൈനസ് പൈ ബൈ 2 പ്ലസ് e raised to pi by 2 മൈനസ് e raised to മൈനസ് പൈ ബൈ 2 is equal to e raised to pi by 2 മൈനസ് e raised to മൈനസ്. ഈ ഹാഫും 2ഉം കൂടെ കട്ടാവും. അപ്പോൾ ആൻസർ എന്നത് e raised to pi by 2 മൈനസ് e raised to മൈനസ് പൈ ബൈ 2. എ ആണ് ആൻസർ. നമ്മൾ ചെയ്തത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചിട്ടാണ്. ആദ്യം ഈ ലോഗ് എക്സ് ടി ആയിട്ട് റിപ്ലേസ് ചെയ്തു, എന്നിട്ട് ഈ സൈൻ സ്ക്വയർ cos 2t ഫോമിലേക്ക് റിപ്ലേസ് ചെയ്തു. cos 2t ഫോമിലേക്ക് റിപ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ sin 2t ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ഇത് ചെയ്യുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ sin 2tയും മൈനസ് sin 2tയും കട്ടാവും. എന്നിട്ട് e raised to t വെച്ചുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതിൽ വാല്യൂസ് ഇട്ട് കൊടുത്താൽ e raised to pi by 2 മൈനസ് e raised to മൈനസ് പൈ ബൈ 2 കിട്ടും. ട്വൽത്ത് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സബ്സെറ്റ് ഓഫ് ദ എക്സ് ബൈ പ്ലെയിൻ s is equal to mod of z minus iz and also z square. Z is a complex number. Which one of the following statements is correct? S is a parabola, S is a circle, S is an ellipse quadrant circle, S is an hyperbola. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഈ വലിയ x എന്ന് വെച്ചാൽ z മൈനസ് ഐ z ആണ്, വലിയ y എന്ന് വെച്ചാൽ mod of z. നമുക്ക് z നമുക്ക് x പ്ലസ് ഐ വൈ ആയിട്ട് ഡീകമ്പോസ് ചെയ്യാം. x പ്ലസ് ഐ വൈ ആണ് കിട്ടും, ഓൾറെഡി കിട്ടും. y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് എന്തായിരിക്കും, വലിയ എക്സ് എന്തായിരിക്കും മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ മൈനസ് ഐ എക്സ് മൈനസ് ഓഫ് ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 1 ആണ് പ്ലസ് 1 പ്ലസ് ഐ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ പ്ലസ് ഐ ഇൻറ്റു വൈ മൈനസ് എക്സ്. ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy മൈനസ് 2xy പ്ലസ് എക്സ് മെയിൻ കട്ട് ഡൗൺ ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ.
ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ. എക്സ് സ്ക്വയർ നമുക്ക് ഓൾറെഡി എഴുതാം 2y ആണ്. അതായത് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2y. എക്സ് സ്ക്വയർ ഈക്വൽ ടു 2y. ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. സ്ക്വയർ ഈസ് ഈക്വൽ ടു 2y. സ്ക്വയർ ഈക്വൽ ടു 2y എന്താ? പാരബോളിന്റെ ഇക്വേഷൻ ആണ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2y. ഏകദേശം ഇങ്ങനെ വരും. അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു ഹാഫ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടും. ഈസി ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. A ship sets off on a voyage with 3 engines labeled A, B, and C, which work independently. The ship can complete the voyage only if at least 2 of these engines keep working. The probability that engine A breaks down is 1/4. The engine B breaks down is 1/4, and that engine C breaks down is half. What is the probability that the ship can complete the voyage? ഒരു ഷിപ്പ് പോകുന്നുണ്ട്, അതിന് 3 എഞ്ചിൻ ഉണ്ട്. ഏതെങ്കിലും 2 എഞ്ചിൻ വർക്ക് ചെയ്താൽ ആ ഷിപ്പിന് വോയേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഷിപ്പ് കംപ്ലീറ്റ്സ് ഇറ്റ്സ് വോയേജ് ഈക്വൽ ടു 3 എഞ്ചിനുണ്ട് എ ബി സി. അപ്പോൾ ഏതൊക്കെ കേസിലാണ് അത് കംപ്ലീറ്റ് ചെയ്യും? എയും ബിയും വർക്ക് ചെയ്യുന്നുണ്ട്, സി വർക്ക് ചെയ്യുന്നില്ല. പ്ലസ് എ വർക്ക് ചെയ്യുന്നുണ്ട്, എ വർക്ക് ചെയ്യുന്നില്ല, ബിയും സി വർക്ക് ചെയ്യുന്നുണ്ട്. എയും സിയും വർക്ക് ചെയ്യുന്നുണ്ട്, ബി വർക്ക് ചെയ്യുന്നില്ല. പ്ലസ് 3 വർക്ക് ചെയ്താൽ ഇങ്ങനത്തെ 4 കേസ് നമുക്ക് ചെയ്യണം. എ വർക്ക് ചെയ്യുന്ന കേസ് എന്താ? എ ബേസ്ഡ് ഓൺ ഈസ് 1/4, അപ്പോൾ 3/4. ബി വർക്ക് ചെയ്യുന്ന കേസ് എന്താ? ബി ബേസ് 1/4, അപ്പോൾ 3/4. സി വർക്ക് ചെയ്യുന്ന കേസ് എന്താ? സി ബേസ്ഡ് ഓൺ ഈസ് 1/2, അപ്പോൾ 1/2. അപ്പോൾ എ എന്ന് പറയുന്നത് 3/4 ഇൻറ്റു 3/4. സി കോംപ്ലിമെന്റ് എന്താ? 1 മൈനസ് ഹാഫ്, അതായത് ഹാഫ്. പ്ലസ് എ കോംപ്ലിമെന്റ് എന്താ? 1/4 ഇൻറ്റു ബി കോംപ്ലിമെന്റ് ബി എന്താ? 3/4 ഇൻറ്റു 1/2. പ്ലസ് ഇത് ചെയ്ത് നോക്കുക. എ എന്ന് പറയുന്നത് 3/4 ഇൻറ്റു ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1/4 ഇൻറ്റു ഹാഫ്. പ്ലസ് എ ബി സി. എ 3/4 ഇൻറ്റു 3/4 ഇൻറ്റു ഹാഫ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. താഴെ 8 ആണ് കിട്ടുക. എല്ലാത്തിലും താഴെ 8 ആണ് ഇതിനോ. അപ്പം 8 ചെയ്യാൻ പറ്റും. ആദ്യത്തിൽ 6 പ്ലസ് രണ്ടാമത്തിൽ 3 ഇൻറ്റു 1 ഇൻറ്റു 1 3 പ്ലസ് മൂന്നാമത്തിൽ താഴെ 4 ഇൻറ്റു 4 ഇൻറ്റു 2 കിട്ടുക. 4 ഇൻറ്റു 4 ഇൻറ്റു 2 എത്ര? 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 32. അപ്പം മുകളിൽ മൂന്നാമത്തെ നോക്കാം. 3 ഇൻറ്റു 1 ഇൻറ്റു 1 3 പ്ലസ് നാലാമത്തെ നോക്കാം. 3 ഇൻറ്റു 3 9 ഈക്വൽ ടു 6 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 9 9 പ്ലസ് 3 12 12 plus 9 21/32. A ship sets off on a voyage with 3 engines, labeled A, B, and C, which work independently. The ship can complete the voyage only if at least 2 of these engines keep working. The probability that engine A breaks down is 1/4, B breaks down is 1/4, and that engine C breaks down is half. What is the probability that ship can complete the voyage? അപ്പോൾ ഒരു ഷിപ്പ് ഉണ്ട്, 3 എഞ്ചിനുണ്ട്. ഈ ഷിപ്പിനെ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക വോയേജ്? അത് ഏതെങ്കിലും 2 എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഷിപ്പ് കംപ്ലീറ്റ് ദ വോയേജ് ഏതെങ്കിലും 2 എണ്ണം വർക്ക് ചെയ്യുമ്പോൾ. അതായത് ഫസ്റ്റ് എക്സാമ്പിൾ എടുത്ത് നോക്കാം. എയും ബിയും വർക്ക് ചെയ്യുന്നുണ്ട്, സി വർക്ക് ചെയ്യുന്നില്ല. രണ്ടാമത്തെ എക്സാമ്പിൾ എയും സിയും വർക്ക് ചെയ്യുന്നുണ്ട്, ബി വർക്ക് ചെയ്യുന്നില്ല. മൂന്നാമത്തെ എക്സാമ്പിൾ ബിയും സിയും വർക്ക് ചെയ്യുന്നുണ്ട്, എ വർക്ക് ചെയ്യുന്നില്ല. നാലാമത്തെ എക്സാമ്പിൾ എന്താ? എയും ബിയും സിയും വർക്ക്. നാലാമത്തെ ഇവന്റ് എയും ബിയും സിയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഓരോ പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. എ വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താ? പ്രോബിലിറ്റി ഓഫ് എൻജിൻ എ ബ്രേക്സ് ഡൗൺ ഈസ് 1/4, അപ്പോൾ വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി വരുന്നത് 3/4. ബി ബ്രേക്സ് ഡൗൺ ഈസ് 1/4, അപ്പോൾ വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി 3/4. സി ബ്രേക്സ് ഡൗൺ ഈസ് 1/2, അപ്പോൾ വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഹാഫ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എ ഇൻറ്റു ബി ഇൻറ്റു സി കോംപ്ലിമെന്റ് എന്താ? 3/4 ഇൻറ്റു 3/4 ഇൻറ്റു ഹാഫ് പ്ലസ് 3/4 ഇൻറ്റു ഹാഫ് ഇൻറ്റു ബി കോംപ്ലിമെന്റ് തരം 1 മൈനസ് 3/4 വർക്ക് ചെയ്യാത്ത പ്രോബിലിറ്റി, അതായത് 1/4 പ്ലസ് ബി ഇൻറ്റു സി 3/4 ഇൻറ്റു ഹാഫ് ഇൻറ്റു എ കോംപ്ലിമെന്റ് അഗൈൻ 1/4 പ്ലസ് എ ബി സി പറയുന്നത് 3/4 ഇൻറ്റു 3/4 ഇൻറ്റു ഹാഫ്. നമുക്ക് നോക്കാൻ അറിയാം, എല്ലാ ടേംസിലും ഡിനോമിനേറ്റർ എന്നത് 4 ഇൻറ്റു 4 ഇൻറ്റു 2 ആണ്. അതായത് 4 ഇൻറ്റു 4 16 ഇൻറ്റു 32 ആണ്. ആദ്യത്തെ ടേംസിൽ 3 ഇൻറ്റു 3 9 പ്ലസ് രണ്ടാമത്തെ ടേമിൽ 3 ഇൻറ്റു 1 ഇൻറ്റു 1 പ്ലസ് 3. മൂന്നാമത്തെ 3 ഇൻറ്റു 1 ഇൻറ്റു 1
3 പ്ലസ് നാലാമത്തെ ടേം 3 into 3 into 1 9. 9 plus 3 plus 3 plus 9 എന്ന് പറയുന്നത് 12 plus 12 24. 24 by 32 24 by 32 3 by 4 3 by 4 ആയിരിക്കും ആൻസർ. അതായത് ഓരോ ഇവന്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. 3 എഞ്ചിൻ ഉണ്ടെങ്കിൽ 2 എഞ്ചിൻ വർക്ക് ചെയ്യുന്ന 4 ഇവന്റ് ഉണ്ട്. അതായത് എയും ബിയും വർക്ക് ചെയ്യും, ബിയും സിയും ചെയ്യും, എയും സിയും വർക്ക് 3 വർക്ക് ചെയ്യും. ഈ 4 ഇവന്റ് കൺസിഡർ ചെയ്ത് എന്റെ പ്രോബിലിറ്റി കണ്ടുപിടിച്ച് അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോബിലിറ്റി കിട്ടും. 14th ക്വസ്റ്റ്യൻ ചെയ്തു. 14th ക്വസ്റ്റ്യൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്വസ്റ്റ്യൻ ആണ്. Consider the differential equation cos x cos y dy by dx plus 1 by x in y equal to x. Given that y equal to pi by 2 at x equal to root 3. Which one of the following is the value of y at x equal to root 3 by 2? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആദ്യം നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ ഇങ്ങനത്തെ ഒരു ഫോം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സൈൻ വൈ ഉണ്ട് കോസ് വൈ ഉണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടി ഈക്വൽ ടു സൈൻ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് എന്തായിരിക്കും? d by dy of sin y into dy by dx. Basic chain rule. d by dy of sin y എന്താ? cos by dy by dx. ഇതാണ് ഫസ്റ്റ് ടേം. ഈ ഫസ്റ്റ് ടേം നമുക്ക് റിപ്ലേസ് ചെയ്യാം. അപ്പോൾ dt by dx plus 1 by x into t is equal to x. ഈ ഒരു ഫോമിലാണ് നമുക്ക് അപ്പോൾ സൊല്യൂഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതെന്താ ഫോം? ഈ ഫോം എന്താ? t by dx പ്ലസ് പി ബൈ ഈസ് ഈക്വൽ ടു ക്യൂ. ഈ ഫോമിലായാലും ഈ ഫോം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ വെച്ചിട്ട്. ഇതിൻ്റെ സൊല്യൂഷൻ എന്താ? ടി ഇൻറ്റു ഇ റേസ് ടു പി ഡി എക്സ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ റേസ് ടു പി ഡി എക്സ് ഡി എക്സ്. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇവിടെ പി എന്ന് വെച്ചാൽ എന്താ? പി ഈസ് ഈക്വൽ ടു 1 by x. ക്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് നോക്കാം. ടി ഇൻറ്റു ഇ റേസ് ടു 1 by x ഡി എക്സ് ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. ഇ റേസ് ടു 1 by x ഡി എക്സ് ഡി എക്സ്. നമുക്കറിയാം ടി ബൈ ഡി എക്സ് ലോഗ് എക്സ് ആണ് 1 by x. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് 1 by x ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണ്. ലോഗ് എക്സ് ടു ദ ബേസ് ഇ. അപ്പോൾ ഇ ഇൻറ്റു ഇ റേസ് ടു log x is equal to x into e raised to log x dx. e raised to log x പറയുന്നത് നമുക്കറിയാം e raised to log x പറയുന്നത് x തന്നെയാണ്. അതായത് px equal to integral x square dx is equal to x cube by 3 plus c. പ്ലസ് സി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നമുക്ക് ബൗണ്ടറി സൊല്യൂഷൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടും t is equal to x square by 3 plus t by a. ഇതാണ് നമുക്ക് വേണ്ട സൊല്യൂഷൻ. ഈ സൊല്യൂഷനിൽ നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. പർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഒരു ബൗണ്ടറി കേസ് അതിൻ്റെ y ഈക്വൽ ടു പൈ ബൈ 2 ഈക്വൽ ടു √3. x ഈക്വൽ ടു √3ൽ y ഈക്വൽ ടു പൈ ബൈ 2. ഈക്വൽ ടു പൈ ബൈ 2 ആണെങ്കിൽ ടീൻ്റെ വാല്യൂ എന്തായിരിക്കും? ടി ഈക്വൽ ടു സൈൻ ഓഫ് പൈ ബൈ 2. സൈൻ ഓഫ് പി ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. x equal to √3, t equal to 1. അപ്പോൾ t equal to 1ൽ x equal to √3 സ്ക്വയർ ബൈ 3 ബൈ c ബൈ √3. √3 സ്ക്വയർ 3 ആണ്. 3 ബൈ 3 1 പ്ലസ് c ബൈ √3. അതായത് ഇംപ്ലൈസ് c ബൈ √3 ഈക്വൽ ടു 0, c ഈക്വൽ ടു 0. c ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. c ഈക്വൽ ടു 0 എന്ന് ഈ ഒരു ഇക്വേഷനിൽ ഇട്ടുകൊടുത്താൽ നമുക്ക് ഇക്വേഷൻ എന്താ? t ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ t ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 3 ആണ് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഫോളോയിങ് ഈസ് എ വാല്യൂ ഓഫ് y at x ഈക്വൽ ടു √3 ബൈ x ഈക്വൽ ടു √3 ബൈ 2 വിട്ട് കൊടുക്കുക. അപ്പോൾ t ഈസ് ഈക്വൽ ടു √3 ബൈ 2 സ്ക്വയർ, അതായത് 3 ബൈ 2 ബൈ 3. t ഈസ് ഈക്വൽ ടു ഹാഫ്. t ഈക്വൽ ടു ഹാഫ് ആണ് ഇതിൻ്റെ സൊല്യൂഷൻ. പക്ഷെ നമുക്ക് വിച്ച് ഫോളോയിങ് വാല്യൂ ഓഫ് y ആണ് ചോദിക്കുന്നത്, t അല്ല ചോദിക്കുന്നത്, y ആണ് ചോദിക്കുന്നത്. അപ്പോൾ t എന്താ? t ഈസ് ഈക്വൽ ടു സൈൻ y. അപ്പോൾ സൈൻ y ഈക്വൽ ടു ഹാഫ് നമുക്ക് പറ്റിയിട്ടുണ്ട്. സൈൻ y എപ്പോഴാണ് ഹാഫ് ആവുക? y ഈക്വൽ ടു 30 ഡിഗ്രിയിൽ ഉണ്ടാകുമ്പോൾ സൈൻ ഹാഫ് ആവുക. 30 ഡിഗ്രി പറഞ്ഞാൽ 5/6. അപ്പോൾ 5/6 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ ദ ആംഗിൾസ് ബി എ ക്യൂ എന്ന് വെച്ചാൽ ഈ ഒരു ആംഗിൾ ബി എ ക്യൂ ഇസ് ഈക്വൽ ടു സി പി ക്യൂ
സി പി ക്യൂ ഇസ് ഈക്വൽ ടു സി ബി ക്യൂ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രീസ് 5/2. ഇത് ഫിഗറിൽ തന്നെ തന്നിട്ടുണ്ട്, ഈസി ആയിട്ട് നമുക്ക് കാണാൻ മനസ്സിലാവും. And the lengths of QA equal to 3, QA equal to 3, AB equal to 4, AB equal to 4, and BC equal to 1. What is the length of PQ? Length of PQ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ. അതിന് നമുക്ക് ആദ്യം PQനെ X ആയിട്ട് മാർക്ക് ചെയ്യാം. X ആയിട്ട് മാർക്ക് നമുക്ക് ഈസ്റ്റിന് കാണാൻ പറ്റും. ഈ ഒരു AP എന്ന് പറയുന്നത് 3 - X ആയിരിക്കും. മാത്രമല്ല ഇതൊരു ഡയഗ്രി ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് തീറ്റ ആയിട്ട് എടുക്കാം. ഈ ആംഗിൾ തീറ്റയാണ്, ഇതും 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് 90 - തീറ്റ. 90 - തീറ്റ ആണെങ്കിൽ രണ്ട് ലൈൻസ് ആയതുകൊണ്ട് ഇപ്പോഴത്തത് 90 - തീറ്റ ആവും. 90 - തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ. അപ്പോൾ ആംഗിൾ PCB ഈസ് ഈക്വൽ ടു തീറ്റ നമുക്ക് കിട്ടും. ഈ ഒരു PCB തീറ്റയും ഈ ഒരു ഇത് പറയുന്ന D ആയിട്ട് എടുക്കാം. അപ്പോൾ TCB ഈക്വൽ ടു തീറ്റ. DCB തീറ്റ ആയിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ സൈൻ തീറ്റ എന്തായിരിക്കും? നമുക്ക് വേണ്ടത് ഓക്കെ, ഇത് 3ഉം ഇത് 4ഉം ആണ് നമുക്ക് ഓൾറെഡി അറിയാം. ഇത് P ഇത് 4 ആണെങ്കിൽ നോക്കാം. ഇത് 3ഉം ഇത് 4ഉം ആണ് നമുക്ക് അറിയാം. ഈ BQ എന്ന് പറയുന്നത് 5 എന്തുകൊണ്ട്? പൈത്തഗോറസ് തിയറം വെച്ച് BQ is equal to 3 square plus 4 square is equal to 9 plus 16 is equal to 20. അപ്പോൾ BQ equal to 5. BQ equal to 5 ആണ് നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ ഇത് TQ ആണ്. ഇത് TQ ആണെങ്കിൽ സൈൻ തീറ്റ എന്തായിരിക്കും? സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അതായത് 4/5. ഓക്കെ, 4/5 ആണ് കിട്ടി. നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു സ്മോൾ ട്രയാങ്കിൾ ആണെങ്കിൽ BCE കൺസിഡർ ചെയ്യാം. ഈ സർക്കിൾ ഇത് തീറ്റയാണ് നമുക്ക് ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഒരു ട്രയാങ്കിൾ എന്തായിരിക്കും സൈൻ തീറ്റ? ഇത് 3 - X അല്ലേ? ഇത് 3 - മുകളിലേക്ക് പോകുമ്പോൾ 3 - X ആണ്. അത് 90 ഡിഗ്രീസ് ആണ്. അപ്പോൾ ആ ഒരു ട്രയാങ്കിൾ എന്തായിരിക്കും സൈൻ തീറ്റ? സൈൻ തീറ്റ ഈക്വൽ ടു 3 - X ബൈ ഈ ഒരു ഹൈപ്പോട്ടനസ്. ഇതാണ് അതിൽ ഹൈപ്പോട്ടനസ് 1. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും 3 - X ബൈ 1 ഈക്വൽ ടു 4/5, അഥവാ 5 × 3 15 - 5x ഈസ് ഈക്വൽ ടു 4. 5x ഈക്വൽ ടു 15 - 4. 15 - 4 എന്ന് പറയുന്നത് 11 ആണ്. അല്ലെങ്കിൽ x ഈക്വൽ ടു 11/5 അഥവാ 2.2. ഇത് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു തീറ്റ വെച്ചുള്ള ഫോർമുല വെച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. തീറ്റ ഇവിടെയും തീറ്റയാണ്, ഇവിടെയും തീറ്റയാണ്. അപ്പോൾ സെയിം തീറ്റ രണ്ട് സ്ഥലത്തും സെയിം ആയിരിക്കും. സൈൻ തീറ്റ എന്ന് പറയുന്നത് 3 - X/1 ആണ്. അത് ഇവിടുത്തെ തീറ്റേൻ്റെ സൈൻ തീറ്റ എന്ന് പറയുന്നത് 4/5 ആണ്. അപ്പോൾ 4/5ഉം 3 - X/1ഉം സോൾവ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. ഇതുപോലത്തെ പലതരം ക്വസ്റ്റ്യൻസ് IIT എക്സാമിന് വരും. നമുക്ക് ഓൾറെഡി കണ്ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ന്യൂട്രിഷൻസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ ഇൻ്റഗ്രേഷൻ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കുറച്ചുകൂടി ഈസി ആയിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ PYQ മുതൽ ചെയ്താൽ പോരാ. നമ്മുടെ താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷനിൽ മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്. അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും IIT എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.